നമസ്തേ. ന്യൂസ് 99 വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഗുരുവായൂരിലേക്ക് ഓരോ ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത്. എന്നാൽ ആ ഭക്തരെ ആദ്യമായി സ്വീകരിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വലിയ ആശങ്കകൾക്ക് ഇടയാക്കുകയാണ്. പകൽ യാത്രക്കാരുടെ തിരക്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്റ്റാൻഡ് രാത്രിയായാൽ മറ്റൊരു മുഖമാണ് കാണിക്കുന്നത്. സുരക്ഷിതമായ കാത്തിരിപ്പ് കേന്ദ്രമാകേണ്ട സ്ഥലം ഇന്ന് തെരുവിൽ അലയുന്നവരുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറുകയാണെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ആരോപിക്കുന്നത്. എന്താണ് ഗുരുവായൂർ KSRTC സ്റ്റാൻഡിൽ നടക്കുന്നത്? എന്തുകൊണ്ടാണ് തീർത്ഥാടകർ ഭയപ്പെടുന്നത്? ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി കേരളത്തിനകത്തും പുറത്തു നിന്നും ദിവസേന 10,000-കണക്കിന് ആളുകളാണ് എത്തുന്നത്. ഇവരിൽ വലിയൊരു വിഭാഗം ആശ്രയിക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിനെയാണ്. പകൽ സമയങ്ങളിൽ തിരക്കേറിയ ഈ സ്റ്റാൻഡ് രാത്രി വൈകുന്നതോടെ യാത്രക്കാരുടെ എണ്ണം കുറയുകയും അതോടൊപ്പം സുരക്ഷാ വീഴ്ചകളും കൂടുതൽ പ്രകടമാകുകയും ചെയ്യുന്നതായാണ് പരാതി. സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവിൽ കഴിയുന്നവരും സാമൂഹ്യ വിരുദ്ധരുമായ ചിലർ കൂട്ടമായി തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. രാത്രിയിൽ ബസ് കാത്തിരിക്കുന്ന സ്ത്രീകളും മുതിർന്നവരും കുടുംബങ്ങളുമായി എത്തുന്ന തീർത്ഥാടകരും ഇതുമൂലം വലിയ അസ്വസ്ഥതയും ഭയവും അനുഭവിക്കുന്നതായി പരാതിയുണ്ട്. ഇതിലും ഗുരുതരമായ മറ്റൊരു ആരോപണം ഉയരുന്നുണ്ട്. സ്റ്റാൻഡിന്റെ പരിസരത്ത് തന്നെ ചിലർ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതോടെ ശുചിത്വം പൂർണ്ണമായും തകരുകയാണ്. ഓരോ ദിവസവും രാവിലെ ഈ മാലിന്യങ്ങളും വിസർജ്യങ്ങളും നീക്കം ചെയ്യേണ്ടത് KSRTCയിലെ താൽക്കാലിക ജീവനക്കാരുടെ ചുമതലയായി മാറിയിരിക്കുകയാണ്. ജീവനക്കാരുടെ അഭിപ്രായത്തിൽ ഈ പ്രശ്നം ഓരോ ദിവസവും കൂടുതൽ രൂക്ഷമാവുകയാണ്. ഒരു ദിവസം 5 പേർ ഉണ്ടായിരുന്നിടത്ത് അടുത്ത ദിവസം 10 പേരാകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും വലിയൊരു അനിഷ്ട സംഭവം ഉണ്ടായ ശേഷം മാത്രമല്ല അതിനു മുൻപേ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ച വാർഡ് കൗൺസിലർ PM കൃഷ്ണപ്രിയ പറഞ്ഞു. ദിനംപ്രതി 10,000-കണക്കിന് ആളുകൾ വന്നെത്തുന്ന നമ്മുടെ ഗുരുഭവനപുരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ KSRTC ബസ് സ്റ്റാൻഡ്. രാത്രികാലങ്ങളിൽ യാത്രക്കാരുടെ സുരക്ഷയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ആളുകൾ ഇവിടെ ബസ് വെയിറ്റിംഗ് ഷെഡിൽ കിടന്നുറങ്ങുകയാണ്. വെറുതെ കിടന്നുറങ്ങുക എന്നുള്ളതിനുപരി അവരിൽ പലരും മദ്യലഹരിയിലും സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒക്കെ അടിമയായിട്ടുള്ള ആൾക്കാരാണ്. പലരും പ്രായമായവരുണ്ട്, ചിലർ അവരുടെ വാർദ്ധക്യ സഹജമായ കാരണങ്ങൾ കൊണ്ട് വയ്യാതിരിക്കുന്നവരുണ്ട്, അതല്ലാതെ ഉള്ളവരുമുണ്ട്. പ്രധാനമായിട്ടും ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആരുടെയും ഐഡൻറ്റിറ്റി നമുക്ക് വ്യക്തമല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഏത് തരത്തിലാവും അവർ ബിഹേവ് ചെയ്യുക എന്നുള്ളതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഗുരുവായൂരിൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് പല തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി വരെ നടന്നിട്ടുള്ളതാണ് ഈ ഇതുപോലുള്ള ഫുട്പാത്തുകളിലും ഇതുപോലെ കിടന്നുറങ്ങുന്ന ആൾക്കാരിൽ നിന്നും പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് മാനസിക അസ്വാസ്ഥ്യമുള്ളവർ അത്തരത്തിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ നാളെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അപായം ഉണ്ടായിട്ട് നമ്മളിതിൽ സഹതപിക്കുകയോ ഇതിനെ ആ സമയത്ത് ഒരു ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നതിനോ ഏറ്റവും നല്ലത് ഉടനെ തന്നെ അതിന് പരിഹാരമായിട്ട് എന്താണോ ചെയ്യാൻ പറ്റുക അത്തരത്തിലൊരു നടപടി എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. സ്റ്റാൻഡിൽ കഴിയുന്നവരിൽ ചിലർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന ആരോപണവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ യാത്രക്കാർക്ക് സുരക്ഷിതമായി ബസ് കാത്തു നിൽക്കാൻ പോലും കഴിയുന്നില്ലെന്നാണ് അവരുടെ പരാതി. മുൻപ് ഈ ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ജീവനക്കാരെ നിയോഗിച്ചിരുന്നതായി അറിയുന്നു. എന്നാൽ KSRTCയിലെ ചെലവ് ചുരുക്കൽ നടപടിയുടെ ഭാഗമായി ആ സംവിധാനം അവസാനിപ്പിക്കപ്പെട്ടതോടെയാണ് സ്ഥിതി കൂടുതൽ വഷളായതെന്നാണ് ജീവനക്കാരുടെ അഭിപ്രായം. പ്രശ്നത്തിൽ പരിഹാരം കാണാൻ KSRTC അധികൃതർ പോലീസിന്റെ സഹായം പലതവണ തേടിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമായ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. സ്റ്റാൻഡിൽ സ്ഥിരം സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുക, രാത്രികാല പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുക, അനധികൃതമായി തമ്പടിക്കുന്നവരെ നിയമപരമായി ഒഴിവാക്കുക, CCTV നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമാക്കുക, യാത്രക്കാർക്ക് സുരക്ഷിതമായ കാത്തിരിപ്പിടം ഉറപ്പാക്കുക, ശുചിത്വം നിലനിർത്താൻ സ്ഥിരം നിരീക്ഷണ സംവിധാനം ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നാട്ടുകാരും യാത്രക്കാരും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങളാണ്. ഗുരുവായൂർ പോലുള്ള അന്തർദേശീയ ശ്രദ്ധയുള്ള തീർത്ഥാടന നഗരത്തിലെത്തുന്ന ഭക്തർക്ക് സുരക്ഷിതവും വൃത്തിയുള്ളതുമായ യാത്രാ സൗകര്യം ഒരുക്കുക എന്നത് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ഉത്തരവാദിത്തമാണ്. ഒരു വലിയ ദുരന്തമോ സുരക്ഷാ പ്രശ്നമോ ഉണ്ടായതിനു ശേഷം നടപടി സ്വീകരിക്കുന്നതിന് പകരം മുൻകരുതലോടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. തീർത്ഥാടകരുടെ വിശ്വാസത്തിന്റെയും ഗുരുവായൂരിന്റെ പ്രതിച്ഛായയുടെയും കാര്യത്തിൽ ഈ പ്രശ്നം ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പോലീസും നഗരസഭയും KSRTC അധികൃതരും സംയുക്തമായി എത്രയും വേഗം ഇടപെട്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുമോ എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്.